ഒരു റംബുട്ടാൻ വരെ മഴക്കാലത്ത് കായ് കൊഴിഞ്ഞു പോകണമെന്ന് എനിക്കറിയില്ലേ. അപ്പം ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ ഇതാണ്. അങ്ങോട്ട് നോക്ക്, ഇതിൻ്റെ അടുത്തൊക്കെ പിടിച്ച് നോക്ക്, ഇതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പിടിച്ച് നോക്ക്. അപ്പോൾ എനിക്കറിയാം ഇതിന്മേ മഴക്കാലത്ത് ഇങ്ങനെ കായ് പിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. ഞങ്ങളിതിന് ഒരു മരുന്നോ നിലത്തും ഇട്ട് കൊടുത്തിട്ടില്ല, ഒരു മരുന്നോട്ട് അടിച്ചു കൊടുത്തിട്ടുമില്ല, കലക്കി അടിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ മുന്തിരിക്കൊല എന്നല്ല പറയുന്നില്ല, അപ്പുറം എന്ന് പറയാം. അപ്പോൾ കണ്ടാലറിയാമല്ല, ഇത് കണ്ടില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇത് വർഷകാലത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ലോകം പിടിക്കുന്നത്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൊയ്തീൻ പടിഞ്ഞാറെ വളപ്പിൽ. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ തിരുനാവായ പഞ്ചായത്തിൽ പെട്ടെന്നടക്കാവ് ഞങ്ങളെ സ്വദേശം. ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, ഇത് പിന്നെ ഒരു വീട്ടിലൊരു ഫാമാണ്. ഞങ്ങളടുത്തൊരു 400ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മൾ അതിൻ്റെയൊക്കെ കായ്ക്കുന്ന ഇതേ മോഡൽ ജെന്യുവനായ 100% ഗ്യാരണ്ടിയോടെ കൊടുക്കുന്ന തൈകളാണ്. അപ്പോൾ അതിനിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ലോങ്കണാണ്. അതായത് ഇന്നത്തെ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ഫ്രൂട്ട്സാണ് ലോങ്കണ്. ഇപ്പോൾ നമ്മളെ മാർക്കറ്റിൽ ഇപ്പോൾ വൈറ്റ് ലോങ്ങണ്, ഫോർ സീസണ്, പിങ് പോങ്, ഡയമണ്ട് റിവർ, ഡബിൾ ലോങ്ങണ്, എഡുവ സ്റ്റാർ, അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ ഇപ്പോൾ ബ്ലാക്ക് ലീഫ്, ഇപ്പോൾ ബ്ലാക്ക് ലീഫിന് ഇപ്പോൾ ബ്ലൂ ലീഫ്, ബ്ലാക്ക് ലീഫ്, യെല്ലോ ലീഫ്, ഗോൾഡൻ ലീഫ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ എല്ലാവരും പറഞ്ഞ ഒരു ഇതെന്നേ ഉള്ളൂ. ലോങ്കണ് ഏകദേശമൊക്കെ എല്ലാം ഒരേ ഇതിലാണ് ടേസ്റ്റൊക്കെ വരുന്നത്, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലോങ്കണെ പറ്റി പറയുമ്പോൾ എന്തിനെ പറ്റി പറയുകയാണെങ്കിലും നമ്മളെ കാലാവസ്ഥയിൽ നമ്മൾ ഈസി ആയിട്ട് കായ്ക്കാൻ പറ്റുന്ന വെറൈറ്റികൾ മാത്രം നടുക. നമ്മളിപ്പോൾ മരുന്ന് എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുത്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് അടിച്ച് കൊടുത്തിട്ട്, അല്ലെങ്കിൽ നിലത്ത് ഇട്ട് കൊടുത്തിട്ട്, അതേമാതിരി കൂടുതൽ ഓവർ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടൊക്കെ കായ്പ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ സാധാരണക്കാരനെ കൊണ്ട് കഴിയൂല. അതിനെപ്പറ്റി എല്ലാം പഠിച്ച ആളുകൾക്ക്, അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ നോക്കി പഠിച്ച ആൾക്കാരുണ്ടാവും. കാരണം ഇപ്പോൾ കൂടുതലും അതാണ്. ഇതിനെപ്പറ്റി ആധികാരികമായി പഠിക്കാത്തവരാണ് യൂട്യൂബ് കർഷകരാണ് ഇപ്പോൾ കുറേ ഉള്ളത്. അപ്പോൾ അവർ യൂട്യൂബിൽ കണ്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞതും കുറേ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ നിനക്ക് കണ്ടാലറിയാം, ഞങ്ങളിതിന് ഒരു മരുന്നോ നിലത്തും ഇട്ട് കൊടുത്തിട്ടില്ല, ഒരു മരുന്നോട്ട് അടിച്ചു കൊടുത്തിട്ടുമില്ല, കലക്കി അടിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ മുന്തിരിക്കൊല എന്നല്ല പറയുന്നില്ല, അപ്പുറം എന്ന് പറയാം. അപ്പോൾ കണ്ടാലറിയാമല്ല, ഇത് കണ്ടില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇത് വർഷകാലത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ലോകം പിടിക്കുന്നത്. അതാണ് ഞാനിതിന് കണ്ടൊരു അഡ്വാൻറ്റേജ് ഇട്ടത്. കാരണം നമ്മുടെ അടുത്തൂടെ ലോങ്ങണ് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ വെറൈറ്റി ലോങ്ങണുകളും ഉണ്ട്, എല്ലാ വെറൈറ്റിയും ഉണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ലീഫ് കാരണം ഇപ്പോൾ അതിന് ഇപ്പം പറഞ്ഞ ബ്ലൂ ലീഫ്, യെല്ലോ ലീഫ് എന്നൊക്കെ പറഞ്ഞാൽ അതും ഉണ്ട്, എല്ലാ ലോങ്ങണുകളും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് വർഷകാലത്തും കായ് പിടിക്കും, ഒരു മരുന്നും കൊടുക്കണ്ട, മന്ത്രം കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. പിന്നെ നമ്മൾ സാധാ ജൈവ വളങ്ങൾ മാത്രം കൊടുത്തിട്ട് കായ്ക്കുന്ന ഒരു ലോങ്ങണാണ് ഇത്. ഇതിന് ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ ഒന്നുമില്ല. ഇല്ല, ഇത് നോക്ക്, ഇതാ മഴക്കാലത്താണ് ഇപ്പോൾ ഈ കായ പിടിച്ച് വന്നിട്ടുള്ളത്. ചില ആളുകൾ പറയും മഴക്കാലത്ത് മാവ് പൂവിട്ടാൽ, അല്ലെങ്കിൽ ലോങ്ങണ് പൂവിട്ടാൽ മറ്റുള്ള പൂളൊക്കെ കൊഴിഞ്ഞു പോകുമെന്ന് പറയലുണ്ട്. ഈവൻ ഒരു റംബുട്ടാൻ വരെ മഴക്കാലത്ത് കായ് കൊഴിഞ്ഞു പോകണമെന്ന് എനിക്കറിയില്ലേ. അപ്പം ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ ഇതാണ്. അങ്ങോട്ട് നോക്ക്, ഇതിൻ്റെ അടുത്തൊക്കെ പിടിച്ച് നോക്ക്, ഇതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പിടിച്ച് നോക്ക്. അപ്പോൾ എനിക്കറിയാം ഇതിന്മേ മഴക്കാലത്ത് ഇങ്ങനെ കായ് പിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. അപ്പോൾ കഴിയണതും നമ്മുടെ കാലാവസ്ഥയിൽ കൂടുതൽ മരുന്നും മന്ത്രമൊന്നും കൊടുക്കാത്ത രീതിയിലുള്ള അതിൻ്റെ നാച്ചുറലായിട്ട് അതിൻ്റെ ഇഷ്ടത്തിന് കായ്ക്കുന്ന, പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റികൾ നോക്കിയിട്ട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ തിരഞ്ഞെടുക്കുക. അത് അറിയുന്നവരെടുത്ത് നിന്ന് മാത്രം വാങ്ങുക. അല്ലാതെ ഇപ്പോൾ ഈ യൂട്യൂബിൽ നോക്കി പഠിച്ചവരെടുത്തുന്നുണ്ടാവും, കുറേ ഉണ്ടാവും. അവർക്കിപ്പോൾ എല്ലാം അറിഞ്ഞോളം എന്ന് ചെന്നാൽ അറിയും ചെയ്യും. അറിയില്ല എന്നല്ല പറഞ്ഞത്, എല്ലാവരും ഇപ്പോൾ പഠിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ പഠിക്കാതെ ആർക്കും ഇത് ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ നല്ല തൈകൾ നല്ലതുള്ളിടത്തു നിന്ന് മാത്രം തിരഞ്ഞെടുത്തിട്ട് വാങ്ങുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എത്ര വർഷത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് നമ്മൾ? ഇതിപ്പോൾ ഒരു 5-6 വർഷം കഴിഞ്ഞ് മരം അത് ഒരു 7 വർഷത്തോളം ആയി തുടങ്ങി. പക്ഷേ 3 വർഷം മുതൽ കായ തുടങ്ങി. 3 വെറൈറ്റിൻ്റെ പേര് നമ്മൾ പറഞ്ഞില്ല. വെറൈറ്റിൻ്റെ പേര് ഇതിപ്പോൾ ഡയമണ്ട് റിവർ എന്ന് പറയും, അതേ സാധനം തന്നെ എഡുവ സ്റ്റാർ എന്നും പറഞ്ഞിട്ടുണ്ട്. 2 പേരിലും നമ്മൾ അറിയാം, 2 പേരിലും പറഞ്ഞിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ്, സെയിം ഇലയാണ്, എല്ലാം നമ്മളിപ്പോൾ അടിച്ചു നോക്കിയാലൊക്കെ അറിയാം, സെയിം സാധനം തന്നെയാണ്. പേരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരുത്തർക്ക് തോന്നുന്ന പേര് പറയാന്നുള്ളൂ ഇപ്പോൾ അതിൽ. പക്ഷേ മാറ്റങ്ങളുള്ളത് ഉണ്ട് കേട്ടോ. ഇപ്പോൾ വൈറ്റ് ലോങ്ങണ് വേറെയാണ്, പിങ് പോങ് വേറെയാണ്, അതൊക്കെ മാറ്റങ്ങളുള്ളത് അങ്ങനെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇല നോക്കിയാൽ അറിയാം. ഇപ്പോൾ അതിൻ്റെ എഡുവ സ്റ്റാറും അതേമാതിരി ഡയമണ്ട് റിവറും ഒരേ ഇല ആയിട്ടാണ് ഏകദേശം വരുന്നത്. ഞാൻ എൻ്റെ ഒരു ഇതിലിട്ട് അവിടെ 2 ഉണ്ട്. ഇതിൻ്റെ ഇപ്പോൾ തൈകൾ നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ടോ? ഇതിൻ്റെ തൈകൾ ഇഷ്ടംപോലെ ഞങ്ങളുടെ തൈകൾ കൊടുക്കാണ്ട്. ഓക്കെ, വി ഗ്രാഫ്റ്റ് ആണോ കൊടുക്കാറുള്ളത്? വി ഗ്രാഫ്റ്റ് ആണ് കൊടുക്കാനുള്ളത്. വി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബെഡൊക്കെ പൂർത്തിയായി കഴിഞ്ഞ
1 വർഷം കഴിഞ്ഞ തൈകളാണ് കൊടുക്കാനുള്ളത്. ഓക്കെ ഓക്കെ. പെട്ടെന്ന് കായ്. ആ ഒരു തൈകൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് കായ് കിട്ടും, റിസൾട്ടിലേക്ക് വരും. അത് നമ്മൾ നല്ല രീതിയിൽ നോക്കണം, അല്ലാതെ വെച്ചു കൊടുത്ത് തിരിച്ചു പോകാം. തൈ നട്ടുകാണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിരുന്നാലൊന്നും കായ്ക്കൂല. വളം നോർമൽ വളം, ജൈവ വളങ്ങൾ കൊടുക്കുക. പിന്നെ മരുന്ന് അടിക്കണ്ട, മരുന്ന് നിലത്ത് ഇട്ട് കൊടുക്കും വേണ്ട, ഒന്നും ചെയ്യണ്ട, ജൈവ വളങ്ങൾ മാത്രം കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ആരോ പറഞ്ഞ് പിന്നെ ക്ലോറൈറ്റ് ഇട്ട് കൊടുക്കുക, ക്ലോറൈറ്റ് ഒഴിച്ചു കൊടുക്കുക എന്നൊക്കെ. ഒരു ക്ലോറൈറ്റ് ഇതിന് ഒഴിച്ചണ്ട, ഒന്നും ചെയ്യണ്ട. ഞങ്ങളിതിനൊന്നും ഒഴിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളിതിന് ക്ലോറൈറ്റ് ഒഴിച്ചിട്ടില്ല, ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒരു വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജൈവ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ വളങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഡ്യൂറേഷൻ എങ്ങനെയാണ്? ഞങ്ങൾ ഓരോ 3 മാസം കൂടുമ്പോൾ ഞങ്ങൾ വളം കൊടുക്കലുണ്ട്. ഈ ഒരു റിസൾട്ട് കിട്ടാൻ അത് മാത്രം മതിയല്ല? ഇത് മാത്രമല്ല, ഇത് നോക്കി, ഇതൊരു ഡ്രമ്മിലാണ് ഇരിക്കുന്നത്. നിലത്ത് നടുകയാണെങ്കിൽ ഇത്രയും കൂടി റിസൾട്ട് ഉണ്ടാവും. നോക്കി, ഇതിപ്പോൾ ഇനി വേറൊരു പ്രത്യേകതയും കൂടി, ഇതൊരു കുടിലാണ് നിൽക്കുന്നത്. ശരിയുണ്ട്. അതായത് ഒരു വെളിച്ചുള്ള സ്ഥലത്തുമല്ല, ഇതൊരു മരത്തിൻ്റെ ഒക്കെ കൂടി കുടിലിൽ നിന്നിട്ടാണ് ഇങ്ങനെ കായ്ക്കുന്നത്. ഒരു വളം ഒരു മരുന്നടിക്കാതെ, ഒരു മരുന്ന് ഇട്ട് കൊടുക്കാതെ, നിലത്തൊരു മരുന്ന് ഒഴിച്ചു കൊടുത്തിട്ടുമില്ല, എന്നാൽ ഇലമ്മലൊരു മരുന്ന് അടിച്ചു കൊടുത്തിട്ടുമില്ല. അങ്ങനെ ഇതേമാതിരി കായ്ച്ചും ചെയ്തിട്ട് ഒന്നും ഇട്ട് കൊടുക്കാതെ, മാത്രമല്ല റമ്മിലാണ് അതിനും. അപ്പോൾ ഇത് നിലത്താണെങ്കിൽ ഇത് എത്ര കായ്ക്കും എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഇത് വൈകാതെ നിലത്തേക്ക് നടും. നമ്മളിത് നമ്മുടെ മദർ പ്ലാന്റ് ആക്കിയിട്ട് തന്നെ അല്ലെങ്കിൽ മദർ പ്ലാന്റ് തന്നെയാണ് ഇത്. വേറെ ഉണ്ട് ഞങ്ങളുടെ അടുത്തൊരു മരം കൂടിയും. ഇത് 100% ഞങ്ങളെ മദർ പ്ലാന്റ് ഇനിയും ഉണ്ട്, ഒരു മരം കൂടി ഉണ്ട്. അതിമെന്നാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതും. ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് വി ഗ്രാഫ്റ്റും ബഡുമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ഉത്തമം. ഇതിൻ്റെ ഇതിൽ കാണുന്നത് ഇപ്പം എങ്ങനെയാണെന്ന് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിൽ പലരും പല ഓരോ ടേസ്റ്റുകളാണ് പറയുന്നത്. ഫുള്ളായിട്ട് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിക്കോളും. ഇത് ഞങ്ങൾ ചെയ്യണത്, ഞങ്ങളെ തീരുമാനത്തിൽ ഞങ്ങൾ ചെയ്യണത്. അതിപ്പോൾ മണ്ണും നമ്മൾ കൊടുക്കുന്ന വളം അനുസരിച്ച് വരെ ഫ്രൂട്ടിന്റെ ടേസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും. അതിപ്പോൾ ജൈവവളങ്ങൾ മാത്രം ഇട്ട് പിന്നെ കായ്പ്പിക്കുന്ന ഫ്രൂട്ട്സ് തൈകൾക്ക് മധുരം കൂടും, ടേസ്റ്റ് കൂടും. അല്ലെങ്കിൽ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ഞങ്ങൾ പരീക്ഷിച്ചതാണ്. മരുന്ന് ഒഴിച്ചു കൊടുത്തിട്ട്, നിലത്ത് ഒഴിച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ ക്ലോറൈറ്റ് പോലത്തെ മരുന്ന് ഒഴിച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ മരുന്ന് അടിച്ചു കൊടുത്തിട്ടൊക്കെ ചെയ്യുന്നത്. അത് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, പക്ഷെ അത് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അറിയാത്ത ഒരാളാണ് അത് അടിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്ന മരുന്നൊക്കെ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മരം നമ്മൾ അത്രയും വർഷം വളർത്തി ഉണ്ടാക്കിയ മരം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങിപ്പോവും. അപ്പോൾ അതറിയാതെ ഒരിക്കലും ഒരാളും ചെയ്യരുത്. കാരണം ഉണങ്ങിപ്പോണ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ അത്രയും വളർത്തിയെടുത്ത ഒരു മരം ആവുന്നത് നമുക്ക് വളരെ സങ്കടമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മരുന്നും മന്ത്രം ഒന്നും ഇല്ലാതെ കിട്ടണേ സാധാ നോർമൽ കാലാവസ്ഥയിൽ നല്ലപോലെ കായ പിടിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ തിരഞ്ഞെടുക്കാൻ പരമാവധി ശ്രമിക്കുക.